ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വാരത്തിന്റെ വക്രഗതിയിൽ ഉണ്ടാവുന്ന ഫലം എന്തൊക്കെയാണ്, മീനം മുതൽ മീനം വരെയുള്ള. അപ്പൊ ആദ്യം തന്നെ ചോദ്യം, ഇത് ഏത് ഫലമാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്? ലഗ്നഫലമാണോ രാശി ഫലമാണോ ചിന്തിക്കുക അല്ലെ? അപ്പം വീഡിയോ കാണുന്നവരോടാണ് പറയുന്നത്, നിങ്ങൾ രണ്ട് ഫലവും ശ്രദ്ധിക്കുക. ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയും, രാശിഫലം അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശി ുള്ള ഫലം ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിനെ റിലേറ്റ് ചെയ്തതുമാണ്. സോ നിങ്ങൾക്ക് പിടിഷൻ കുറച്ചുകൂടി അക്യുറേറ്റ് ആവാൻ വേണ്ടി ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് രാശിഫലവും ലഗ്നഫലവും ശ്രദ്ധിക്കുക. അതായത് ഒരാൾ ജനിച്ച മേടലഗ്നത്തിലാണ്, ആ വ്യക്തിയുടെ ചന്ദ്രൻ നിൽക്കുന്ന ഇടവത്തിലായെങ്കിൽ നിങ്ങൾ മേടരാശിയുടെയും ഇടവരാശിയുടെയും ഫലം എന്ത് ചെയ്യുക, എടുത്തു കാണാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് സമ്മിശ്രമാക്കിയിട്ട് നിങ്ങളെ ലൈഫായിട്ട് അക്യുറേറ്റ് ചെയ്യുക കേട്ടോ. അത് മാത്രമല്ല, ഈ വ്യാഴം വക്രത്തിൽ വരുന്ന ഇടവൻ രാശിയിലാണ്. ഇടവൻ രാശിയാകുമ്പോൾ വ്യാഴം എന്ന് പറയുന്നത് ശുഭഗ്രഹമാണല്ലോ, ശുക്രൻ എന്ന് പറയുന്നതും ശുഭഗ്രഹമാണ്. അപ്പൊ വ്യാഴം എന്ന ശുഭഗ്രഹം ശുക്രൻ എന്ന ശുഭഗ്രഹത്തിന്റെ ക്ഷേത്രത്തിലാണ് എന്ത് ചെയ്തേക്കണേ, വക്രമാകുന്നത്. സോ ഇതെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 9/10/2024 മുതൽ 4/2/2025 വരെയാണ്. അതായത് ഒക്ടോബർ മാസം 9 മുതൽ 2024 മുതൽ 4 ഫെബ്രുവരി മാസം 2025 വരെയാണ് ഇതിന്റെ ഒരു വക്രഗതി എന്ന് പറയുക. ഓക്കെ, വ്യാഴം വക്രത്തിൽ വരിക. അതായത് 116 ദിവസം 118 ദിവസം എന്നൊക്കെ പറയാം. ഏകദേശം 4 മാസം, 3 മാസം 26 ദിവസം ഒക്കെ, ഏകദേശം 4 മാസം നിങ്ങൾക്ക് കണക്കെടുക്കാം. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു 4 മാസം നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ഫലങ്ങളാണ് എന്നാണ് നോക്കുന്നത്. അപ്പൊ വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫലം മാത്രം കാണാതെ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. എസ് ദേവനന്ദു എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് അമർത്തുക. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളും വിജ്ഞാനപരമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യാറുള്ളത്. അപ്പം വരുന്ന ദിവസങ്ങളിൽ വരുന്ന വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാൻ ഈ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക കേട്ടോ. അപ്പൊ അതിന് നമുക്ക് മേടരാശി നോക്കാം. അശ്വതി ഫണ്ണി കാർത്തിക കാടുന്ന 2 നക്ഷത്രമാണ് മേടരാശി എന്ന് പറയുക. മേടരാശി സംബന്ധിച്ചോളം 9, 12 ഭാവാധിപനാണ് വ്യാഴം എന്ന് പറയുക. 9ാം ഭാവാധിപൻ എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായ ഭാഗ്യത്തെയൊക്കെ പ്രദാനം ചെയ്യുന്ന വ്യാഴം തന്നെയാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ചോളം ഗുണഫലമാണോ ദോഷഫലമാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ വക്രഗതി എല്ലാം നിൽക്കുന്നതാണ് ഉത്തമം എന്ന് പറയുക. എന്നിരുന്നാലും നമ്മൾ പറഞ്ഞു, ഇടവത്തിൽ വരുന്ന വ്യാഴമാണ് വക്രത്തിൽ വരിക. സോ അതുകൊണ്ട് തന്നെ ആ ഒരു വക്രഫലത്തിന് വലിയ ദോഷഫലങ്ങളൊന്നും പ്രദാനം ചെയ്യുന്നില്ല. ഓക്കെ, ശുഭനാണ്. അതുകൊണ്ട് തന്നെ ഇതില്ല, ദോഷഫലങ്ങളൊന്നും പ്രദാനം ചെയ്യില്ല. അത് തന്നെ ഒരു ആശ്വാസമാണ് അല്ലെ. അപ്പം മേടത്തെ സംബന്ധിച്ച് 2ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുക. 2ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് അനുകൂലമായ ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്തുകൊണ്ടിരുന്ന അല്ലെ. അപ്പൊ ഇപ്പൊ ഞാൻ എന്തൊക്കെ മുൻകരുതലാണ് എടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴും ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ വക്രത്തിൽ വ്യാഴം വരുമ്പോൾ വേഗത കൂട്ടും. ഓക്കെ, ഈ വേഗത കൂട്ടുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേഗത നല്ലത് തന്നെയാണ്. എന്നിരുന്നാലും ചിന്തിച്ച് പ്രവൃത്തി ചെയ്യില്ലെങ്കിൽ ആ വേഗത നമുക്ക് തീരാ നഷ്ടങ്ങളായി വരാൻ സാധ്യതയുണ്ട് അല്ലെ. ചില കാര്യങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് എന്ത് പറ്റും, അബദ്ധങ്ങൾ പറ്റും അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായി ചിന്തിച്ച് ആലോചിച്ച ശേഷം മാത്രമേ നാം എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ വേഗത നിമിത്തം ചില ആളുകൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അപ്പൊ ആ വേഗതയൊന്ന് കൺട്രോൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിലൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ എടുത്തിയാടി വിവാഹം നടത്താതെ ചിന്തിച്ച് ആലോചിച്ച് മാത്രം വിവാഹ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതനുസരിച്ച് നമുക്ക് മുന്നോട്ടൊക്കെ പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. തൊഴിൽ സംബന്ധമായിട്ട് പറയുകയാണെങ്കിലും നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ചിന്തിച്ച് ആലോചിച്ച് മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുക. വേഗതയാൽ ചെയ്ത് പ്രശ്നങ്ങൾ വരുത്തി വെക്കാതെ ആ വേഗതയൊന്ന് കുറച്ച് നമ്മൾ കൃത്യമായി അതിനെന്ത് ചെയ്യുക, അനലൈസ് ചെയ്ത് ആലോചിച്ച് മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുക. അതുപോലെ തന്നെ ഈ വക്രഗതി സഞ്ചരിക്കുമ്പോൾ വ്യാഴം വക്രത്തിൽ വരുമ്പോൾ ടെൻഷൻ കൂട്ടും. മേടരാശി സംബന്ധിച്ചാൽ അമിതമായ ടെൻഷൻ. ഓക്കെ, ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴൊക്കെ നമുക്ക് എന്ത് സംഭവിക്കും, ടെൻഷൻ ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ വളരെയധികം ജാഗ്രത വേണം, ചിന്തിച്ചു മാത്രം ചെയ്യണം. പ്രധാനമായിട്ട് കടകളൊക്കെ വാങ്ങുന്ന കാര്യങ്ങളിലാണെങ്കിലും പ്രത്യേകമായി ചിന്തിച്ചു മാത്രം ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നവരോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് ചെയ്യണ്ട എന്ന് ഞാൻ പറയില്ല,
നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യുക, ചിന്തിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇറങ്ങാവുള്ളൂ. ഓക്കെ, എന്ത് തന്നെ ഏത് ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റ് ആയാലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം ഇറങ്ങാം. അല്ലെങ്കിൽ നല്ല ഒരു എക്സ്പെർട്ടിനോട് ചോദിച്ചാൽ, ഫ്രണ്ട്സോ ഫാമിലിയോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടത് പറഞ്ഞൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ, അതിൽ ഒന്നെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, രണ്ട് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളവരോട് അഭിപ്രായം ചോദിച്ചു മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സൈഡിലേക്കൊക്കെ നീങ്ങുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുക കേട്ടോ. അതുപോലെ തന്നെ പുതിയതായിട്ടൊരു കാര്യം ചെയ്യാൻ നിൽക്കുന്നവരോട് പറയാം, നിങ്ങൾ വളരെയധികം ജാഗ്രത വേണം, വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ എടുത്തിയാട്ടി ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. അതുപോലെ പുതിയൊരു കാര്യത്തിലേക്ക് ഇറങ്ങുവാണ്, പുതിയതായിട്ട് ഒരു ബിസിനസ് തുടങ്ങാം, പുതിയതായിട്ട് ഒരു തൊഴിൽ പോവാം, ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ജാഗ്രതയോടെ വേണം നിങ്ങൾ നോക്കിക്കാണാം. ശ്രദ്ധയുണ്ട്, ജാഗ്രതയുണ്ട്, കൃത്യമായി ആലോചിച്ചാണ് ചെയ്യുന്നത്, ആ വേഗതയെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്താ ചെയ്യുന്നതെങ്കിൽ ഓക്കെ, നല്ലതാണ്, കുഴപ്പമില്ല. അത് മറിച്ചാണെങ്കിൽ വേഗതയുടെ കയ്യിലങ്ങ് വിടുവാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ. ഭയങ്കരമായിട്ട് അലച്ചിലാക്കി വരുത്താൻ സാധ്യത, ഒന്ന് ചെയ്യേണ്ടടുത്ത് രണ്ടൊക്കെ ചെയ്യേണ്ടായ വരാം. അപ്പം വളരെയധികം ശ്രദ്ധിച്ച് ജാഗ്രതയോടെ മുന്നേറിയാൽ ഈ വക്രഗതി വലിയ കുഴപ്പങ്ങളില്ലാത്ത മേടരാശിയെ സംബന്ധിച്ചോളാം. ഇടവരാശി കാർത്തിക മുക്കാല് രോഹിണി മകേരം അരടങ്ങുന്ന 2 നക്ഷത്രമാണ് ഇടവരാശി എന്ന് പറയുക. ഇപ്പൊ ഇടവരാശിയെ സംബന്ധിച്ചോളം ഇടവത്തിലാണ് വ്യാഴം നിൽക്കുക എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ 8, 11 ഭാവാധീനമാണ് വ്യാഴം എന്ന് പറയുക. ശുക്രന്റെ ക്ഷേത്രത്തിലാണ് വ്യാഴം നിൽക്കുക അല്ലെ. ശുക്രത്തിനെ നോക്കിക്കഴിഞ്ഞാൽ അനുകൂലമായ ഗ്രഹം എന്ന് പറയുന്നത് ശനിയാണ്. നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നമുക്ക് ചിന്ത ഉണ്ടാവാം, മറ്റുള്ള ആൾ നമ്മളോട് പറയുന്നതായിട്ട് തോന്നാം, ഒക്കെ പറയാം. പക്ഷെ നമ്മൾ നല്ല കാര്യം ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചാലും ചിലപ്പോൾ ചെയ്തു വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സാഹചര്യത്തിന് നിമിത്തമോ നേരെ തിരിച്ച് വിപരീത ഫലത്തെയായിരിക്കും പ്രദാനം ചെയ്യുക എന്ന് പറയാം. അത് ചെറിയൊരു പ്രശ്നമാണ്. ഓക്കെ, ആ ഒരു പ്രശ്നം മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഓവർ തിങ്കിങ് മനസ്സിലാക്കേണ്ട കാര്യം, അമിതമായ ഓവർ തിങ്കിങ് കൊണ്ട്, അമിതമായ ചിന്തയും കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കാം. അതുകൊണ്ട് ഒരു കാര്യവും മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഓവർ തിങ്കിങ്ങിന് കാര്യമില്ല എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിക്കുക, അല്ലെ പറഞ്ഞ് മനസ്സിലാക്കുക. അതും മനസ്സിലാക്കി നമ്മുടെ ചിന്തയും ഒന്ന് കറക്റ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടവരാശിയെ സംബന്ധിച്ചോളം ഈ ഒരു വ്യാഴം വക്രത്തിൽ വരുന്ന ഉത്തമമായ ഒരു ഫലത്തെയാണ് പ്രദാനം ചെയ്യുക. നമ്മുടെ ആത്മവിശ്വാസത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് പറ്റുന്നൊരു സമയം തന്നെയായിരിക്കും. അതുപോലെ തന്നെ വ്യാഴത്തിന് ദൃഷ്ടി എന്ന് പറയുന്ന 5, 7, 9 ഭാവങ്ങളിലേക്കുണ്ട് അല്ലെ. നമുക്ക് സന്താന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അനുകൂലമായ ഫലങ്ങളെയാണ്, സന്താന യോഗമൊക്കെ പറയുന്ന സമയമാണ്. വിവാഹ കാര്യങ്ങളിൽ നമുക്ക് അനുകൂലമായ ഒരു സമയമായിട്ട് പറയാം. കുടുംബ ജീവിതത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു അനുകൂലമായ ഫലത്തെയൊക്കെ പ്രദാനം ചെയ്യുന്ന സമയമായിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ നമുക്ക് നല്ല അധികാരം ലഭിക്കാൻ, അധികാരം ഉള്ളൊരു സ്ഥാനത്തിലേക്ക് ഉയരാനൊക്കെ യോഗമുള്ളൊരു സമയം തന്നെയാണ് കേട്ടോ. അത് ഏത് തരത്തിലാവാം. ഇപ്പൊ നമുക്ക് നിൽക്കുന്ന ഒരു പൊസിഷനിൽ ചെറിയൊരു രീതിയിലൊരു കയറ്റം കയറ്റുന്ന നേരം, ചിലപ്പോൾ ഒരു ജോലി ഇല്ലാത്തൊരു ജോലി കിട്ടുന്നതിന് നമുക്കൊരു അധികാരം കിട്ടിയ ഒരു രീതി തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ നമുക്കൊരു അധികാരം ലഭിക്കാനോ അല്ലെങ്കിൽ ഒരു അധികാര രീതിയിൽ നമ്മളൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്ത് വരാനോ നമുക്ക് പറ്റുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ വിദേശ യോഗമൊക്കെ പറയാവുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു ടൈം എന്ന് പറയുക കേട്ടോ. ചുരുക്കി പറഞ്ഞ ഈ സമയം എന്ന് പറയുന്ന നമുക്ക് അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഈ ഒരു വക്രഗതി എന്ന് പറയുന്ന വ്യാഴത്തിന്റെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ഈ ടൈം യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. നമുക്ക് ദൈവം നല്ല സമയത്ത് തരുമ്പോൾ നമ്മൾ വേണ്ട വിധത്തിൽ അത് ഉപയോഗിക്കണം. ഓക്കെ, നല്ല സമയമാണെന്ന് കരുതി വെറുതെ ഇരുന്ന യാതൊരു ഗുണവും ഉണ്ടാകുകയില്ല കേട്ടോ. അപ്പം കൃത്യമായിട്ട് നമ്മളെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സമയം നല്ലത് തന്നെയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമയം തന്നെയാണ്. നിങ്ങൾക്ക് എക്സ്ട്രാ സപ്പോർട്ടൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ്. പഠന സംബന്ധമായാലും അനുകൂലമായ ഒരു സമയം തന്നെയായിരിക്കും ഈ ഒരു ടൈം എന്ന് പറയുക കേട്ടോ. അതുപോലെ തന്നെ വളരെ കാലമായിട്ട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈം നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ ഒരു മെഡിസിൻ കിട്ടാനോ നല്ലൊരു വൈദ്യന്റെ അടുത്ത് എത്താനൊക്കെ സാധിക്കുന്ന ടൈമാകും. മെഡിസിൻ ഏതാണ് നല്ലത്, ആ രോഗത്തിന് ശമനം വരാൻ ഏറ്റവും നല്ലത് നിങ്ങളുടെ അറിവിൽ ഏതാണോ നല്ലത്, അല്ലെ മറ്റുള്ളവർ പറഞ്ഞ് ഏതാണ് നല്ലത്, നല്ലൊരു വൈദ്യരെ കാണുക. എന്നിട്ട് അത് സേവിച്ചു കഴിഞ്ഞാൽ അതിന് രോഗത്തിന് ശമനം ഉണ്ടാവാൻ പോസിബിൾ ആയിട്ടുള്ള ടൈം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ വളരെ കാലമായിട്ട് മനസ്സിനൊരു ഭാരം, ദുഃഖാനുഭവങ്ങൾ, എപ്പോഴൊരു നമ്മൾ എത്രയൊക്കെ പുറമെ ചിരി കാണിച്ച് നടന്നാലും, നമ്മൾ പ്രസൻസ് ആയി നടന്നാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയ വേദന,
അതൊക്കെ എന്ത് ചെയ്യും? പയ്യെ പയ്യെ മാറി മനസ്സിലൊരു സന്തോഷത്തിന്റെ ഒരു മര, മനസ്സിന്റെ സന്തോഷത്തിന്റെ മരയൊക്കെ പെയ്യാൻ സാഹചര്യം ഒരുക്കി വരുന്ന സമയമാണ് ഈ വക്രഗതി എന്ന് പറയുക കേട്ടോ. അതുപോലെ തന്നെ വർഷകാലമായിട്ട് കടങ്ങളൊക്കെ വാങ്ങും. ഇപ്പം ചില ആളുകൾ പറയാനുണ്ട്, നിങ്ങൾക്ക് സന്തോഷമായ ജീവിതം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ കടങ്ങളൊക്കെ നിങ്ങൾ തീർന്നു കിട്ടിയാൽ മതി എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കടങ്ങളൊക്കെ പയ്യെ പയ്യെ ഒന്ന് കുറയ്ക്കാൻ സാധിക്കും. പൂർണ്ണമായിട്ട് അടിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ശ്രദ്ധിച്ചൊരു മാനേജ്മെന്റ് നമുക്ക് പൂർണ്ണമായിട്ട് അടിക്കാം എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ പയ്യെ പയ്യെ നമ്മുടെ ഡെപ്റ്റ്സ് ഒക്കെ പുറത്തു കൊടുത്ത് നമുക്ക് ആ ലൈബിലിറ്റി നമ്മുടെ ഒന്ന് കുറയ്ക്കാൻ പറ്റും. ബാലൻസ് ഷീറ്റ് എടുത്ത് വയ്ക്കാൻ നമ്മുടെ ലൈബിലിറ്റി ചാർട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പയ്യെ കുറച്ച് നമ്മുടെ ആസറ്റ് സൈഡ് പയ്യെ കൂട്ടിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ആസറ്റ് സൈഡ് കൂട്ടിയില്ലെങ്കിലും ലൈബിലിറ്റി സൈഡ് എന്ത് ചെയ്യാൻ പറ്റും? പയ്യെ കുറയ്ക്കാൻ സാധിക്കും കേട്ടോ. ഇത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക ഇടവരാശിയെ സംബന്ധിച്ചോളം. വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ നമുക്ക് അനുകൂലമായ ഫലത്തെയായിരിക്കും പ്രദാനം ചെയ്യുക കേട്ടോ. ഇപ്പൊ മിഥുന രാശി മകേരമര, തിരുവാതിര, പുണർദം, മുക്കാൽ അടങ്ങുന്ന 2 നക്ഷത്രമാണ് മിഥുന രാശി എന്ന് പറയാം. മിഥുന രാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വ്യാരം 12 നിൽക്കുന്ന സമയമാണ് അല്ലെ. അപ്പൊ വ്യാരം 12 നിന്ന് വക്രത്തിലായേക്കാണ്. മിഥുന രാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവരങ്ങനെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നിൽക്കുന്നവരൊന്നുമല്ല. ഇവർക്ക് ആ വ്യാരത്തിന്റെ ഒരു സപ്പോർട്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പൊതുവെ 12 വ്യാരം എന്ന് പറയുമ്പോൾ നമുക്ക് ചെലവുകളൊക്കെ ഉണ്ടാവും. നമുക്കത് നല്ല ചെലവ് ആ രീതിയിലോട്ട് ആക്കാനൊക്കെ സാധിക്കും. എന്നാൽ ഇത്ര കാലം നമുക്ക് എന്താണ് ചെലവുകളാണ് ഉണ്ടാകുന്നത്. ഈ വക്രഗതിയിലായ സമയത്ത് വ്യാരം വക്രമാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു ലാഭം നമുക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത്ര നാളുണ്ടായ ചെലവ് പോലെയല്ലാതെ നമുക്കൊരു ലാഭം, നമുക്ക് റിട്ടേൺ കിട്ടുന്ന രീതിയിൽ നമുക്കൊരു ചെലവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഒരുങ്ങി വരാം. ഇവരെ സംബന്ധിച്ച് മിഥുനരാശിയെ സംബന്ധിച്ചോളം ഇവർക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യുന്ന ക്യാരക്ടർ ഉള്ളവരാണ് മിഥുനരാശിയെ സംബന്ധിച്ചോളം. അതുപോലെ തന്നെ ഇവര് നേരത്തെ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നൊക്കെ വിട്ടു പോന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അവര് തിരിച്ചു വിളിക്കാനോ നമുക്ക് തിരിച്ച് അവിടെ തന്നെ ജോലിക്ക് കയറാനൊക്കെ ചാൻസ് ഉള്ള സമയമാണ്. വിദേശ യാത്രകളൊക്കെ ചെയ്യാൻ യോഗമുള്ള സമയമാണ്. അതല്ലാതെ മറ്റു യാത്രകളൊക്കെ ചെയ്യാൻ യോഗമുള്ള സമയമാണ്. ഇവിടെ വ്യാഴം എന്ന് പറയുന്നത് എന്താണ്? 10ാം ഭാവാധീനമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയായാലും നമ്മൾ ആ വിട്ടുപോയവർ അല്ലെങ്കിൽ നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് പറഞ്ഞു വിട്ട് ആ സ്ഥാപനത്തിൽ തന്നെ നമ്മളെ നിന്ന് വർക്ക് ചെയ്ത ഓഫീസിൽ തന്നെ ജോലി കിട്ടാനോ അതല്ലേ അവരുടെ തന്നെ മറ്റു സ്ഥാപനങ്ങളിലേക്ക് ജോലി കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്, ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ നമുക്കത് കൃത്യമായിട്ട് ഒരു ഫലത്തെയൊക്കെ നമുക്ക് പ്രദാനം ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് കൃത്യമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കൃത്യമായിട്ട് യൂസ് ചെയ്യാതെ ഈ സമയം നല്ലൊരു ടൈം തന്നെയാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത്ര ഞാൻ പറഞ്ഞാൽ ശരിയാ. ഇവിടെ കുഴപ്പം വെച്ചാൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ കേൾക്കില്ല. ഇവർക്ക് എന്താണ് തോന്നുന്നത് അത് ചെയ്യുന്ന ക്യാരക്ടറാണ് മിഥുനരാശി. ഓക്കെ, നിങ്ങൾ പുറത്ത് സമ്മതിച്ചാലും ഇല്ലേലും എന്താണ് ഇങ്ങനൊരു ക്യാരക്ടർ ഉള്ളവരാണ്. അപ്പൊ പൊതുവെ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അങ്ങനെ ചെയ്യുന്ന മോശമാണെന്നല്ല പറയുക. പക്ഷെ എന്നിരുന്നാലും മറ്റുള്ളവർ പറയുന്നതും കേൾക്കുക, അതിൽ കരിമ്പുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക. കരിമ്പില്ലേ വിട്ട് കളഞ്ഞേക്ക്. കേൾക്കുക എന്നാണ് പറഞ്ഞത്, സ്വീകരിക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, കേൾക്കുക, നല്ലത് ഏതോ അത് സ്വീകരിക്കുക. നമുക്ക് ആവശ്യമില്ലേ സ്വീകരിക്കണ്ട, അതും കേൾക്കുക. കേൾക്കാനുള്ള മനസ്സെന്ത് ചെയ്യുക നമ്മൾ കാണിക്കുക കേട്ടോ. ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി മിഥുനരാശിയെ സംബന്ധിച്ച് കേട്ടോ. കർക്കിടക രാശി പുണർദം കാല് പൂയം ആയില്യം അടങ്ങുന്ന 2 നക്ഷത്രമാണ് കർക്കിടക രാശി എന്ന് പറയുക. അപ്പൊ കർക്കിടക രാശിക്കാർ ഈ ഒരു വ്യാഴത്തിന്റെ വക്രഗതി എന്ന് പറയുന്നത്. അപ്പൊ അന്നേരം വ്യാഴത്തെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കർക്കിടകത്തെ നോക്കിക്കഴിഞ്ഞാൽ 11ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുക. അപ്പൊ ശനി 8ൽ അഷ്ടമത്തിലെ വക്രത്തിലാണ് നിൽക്കുക അല്ലെ. അപ്പം 11ാം ഭാവത്തിൽ വ്യാഴവും അഷ്ടമത്തിൽ ശനിയും. ഓക്കെ, ഇവർ രണ്ടുപേരും വക്രത്തിലാണ്. വ്യാഴത്തിന്റെ വക്രഗതി എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ എന്ത് ചെയ്യുക, കണ്ണും പൂട്ടി വിശ്വസിക്കാതിരിക്കുക. ഓക്കെ, നമ്മളെ വിശ്വസിക്കുക, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ സമയം എന്ന് പറഞ്ഞാൽ വേഗതയൊക്കെ ഉണ്ടാവും. അപ്പൊ വേഗത നമുക്ക് വേണ്ട, ഞാൻ ശ്രദ്ധിക്കുക. നമുക്ക് വേഗത വേണ്ട, ഒരു കാര്യത്തിനും വേഗത ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. കർക്കിടക രാശിയെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ആഗ്രഹങ്ങള് ആശകളൊക്കെ കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്ന സമയമായിരിക്കും. നമുക്ക് വലുതായിട്ട് ഓരോ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഒരു തൊഴിലില്ലാതെ നിൽക്കുക, നമുക്ക് നല്ല നല്ല ഓഫേഴ്സ് വരാൻ സാധ്യതയുണ്ട്. അതല്ല ബിസിനസ്സിൽ തന്നെയാണ് നല്ലൊരു
ഭയങ്കര വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് വരാണ്ട്. പക്ഷെ ഈ ഓപ്പർച്യൂണിറ്റി എത്ര വലുതായി വന്നാലും, അല്ലെങ്കിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാമെന്ന് ഒരാൾ പറഞ്ഞു, അതിലൊക്കെ ഒന്നും എടുത്ത് ചാടല്ല. നിങ്ങൾക്ക് ഇനി ഓപ്പർച്യൂണിറ്റീസ് ജോബ് റിലേറ്റഡ് ആയിട്ട്, ബിസിനസ് റിലേറ്റഡ് ആയിട്ട്, ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ട് നല്ലൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം കണ്ണും പൂട്ടി എടുത്ത് ചാടുകയല്ല ചെയ്യേണ്ടത്. ആദ്യമേ നിങ്ങൾ ചിന്തിക്കണം, ഇതിലെന്തെങ്കിലും റിസ്ക് ഉണ്ടോ. അപ്പൊ ആൾക്ക് കുറച്ചൊക്കെ റിസ്ക് എടുത്താലുള്ള ജീവിതം മുന്നോട്ട് പോവുള്ളൂ എന്ന്. പക്ഷെ നിങ്ങൾ അത്ര റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ഓക്കെ, നിങ്ങൾ ആലോചിക്കുക, ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ഇന്നല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകുമോ. നിങ്ങളുടെ മനസ്സിന് ഒരു തോന്നലുണ്ടാവണം, എന്തോ റിസ്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റി എടുക്കണ്ട. എത്ര വലുതായെങ്കിലും അത് എടുക്കാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുക. ഓക്കെ, അത് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കാരണം എത്രയൊക്കെ ഓപ്പർച്യൂണിറ്റി വന്നാലും മനസ്സിലാക്കണം, ശനി അഷ്ടമത്തിലാണ്. ഓക്കെ, അപ്പൊ അഷ്ടമത്തിൽ വക്രം ഗതി എന്ന് പറഞ്ഞാൽ വക്രം പൂർണ്ണമായിട്ട് നിൽക്കുന്നില്ല. ഈ ഒരു ഫെബ്രുവരി 4 വരെ ഒന്നും ഇല്ല അല്ലേ. അപ്പം ആ ശനിയുടെ വക്രത്തിന്റെ ഫലമൊന്ന് നിങ്ങൾ എടുത്ത് കാണുക. ഓക്കെ, നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യാ, പൂർണ്ണമായിട്ട് കണ്ണും പൂട്ടി ഒന്നിലേക്ക് എടുത്ത് ചാടണ്ട. അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ വിശ്വസിച്ച് ഒരു കാര്യത്തിനും ഇറങ്ങണ്ട, ഒന്നിനും ഇറങ്ങണ്ട. നിങ്ങളെ മാത്രം വിശ്വസിക്കുക, നിങ്ങളെ വിശ്വസിച്ച് മാത്രം മുന്നോട്ട് ഇറങ്ങുക. അല്ലെങ്കിൽ അവനുണ്ടല്ലേ അവളുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങാം, എന്തിനും ഹെൽപ്പ് വേണമെങ്കിൽ അവർ ചെയ്തോളും, അല്ലെങ്കിൽ അവരെ വിശ്വസിക്കാം എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ എന്താവും, ഭയങ്കര വലിയ പണിയായി കിട്ടും. സോ റിസ്ക് ഉള്ള കാര്യമാണോ, നിങ്ങൾ ആ വരിക്ക് പോവാതിരിക്കുന്നത് നല്ലത്. എത്ര വലിയ ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞാൽ. അപ്പം ചിന്തിച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, തീരുമാനങ്ങൾ എടുക്കുക. ചിന്തിച്ച് പ്രവർത്തിച്ച് വേഗത വരുമ്പോൾ നമ്മൾ വേഗത്തിൽ ഒരു കാര്യം എടുത്തു ചാടി ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാതെ, ഒന്നും കണ്ണും പൂട്ടി വിശ്വസിക്കാതെ, ആരെയും കണ്ണടിച്ച് വിശ്വസിക്കാതെ നിങ്ങൾ മുന്നോട്ട് ഈ ഒരു വ്യാഴത്തിന്റെ വക്രഗതി സമയത്ത് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ല. എന്തൊരു കാര്യം എടുക്കണം ചിന്തിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക, നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യാൻ സാധിക്കും. കാരണം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല എന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, നല്ല നല്ല അവസരങ്ങൾ കിട്ടും. അതിനെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇങ്ങനെ തപ്പി വേർതിരിക്കുക. നല്ലത് ഏതാണ്, റിസ്ക് ഇല്ലാത്ത ഏതാണ്, എനിക്ക് ഫ്യൂച്ചറിലായാലും പ്രശ്നങ്ങൾ ഇല്ലാത്ത ഏതാണ് എന്നൊക്കെ വേർതിരിച്ചെടുത്ത കറക്റ്റ് ടാർഗറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പം കർക്കിടക രാശിയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള, മറ്റുള്ളവരെ കണ്ണും പൂട്ടി വിശ്വസിക്കാതിരിക്കുക, ചിന്തിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ചിങ്ങരാശി, മകം പൂരം ഉത്തരം കാടിങ്ങുന്ന 2 നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറയുക. ചിങ്ങരാശിയെ സംബന്ധിച്ചോളം 7 ശനിയും 8 ഭാവത്തില് രാഹു കേതുക്കളും 10 വ്യാഴവും നിൽക്കുന്ന സമയമാണ് അല്ലെ. അപ്പം ഈ വ്യാഴം വക്രം വരുന്നത് ചിങ്ങരാശിയെ സംബന്ധിച്ചോളം അത്ര നല്ലതൊന്നുമല്ല. ചിങ്ങരാശിയെ സംബന്ധിച്ചോളം വ്യാഴം എന്ന് പറയുന്നത് യോഗഗ്രഹമാണ് അല്ലെ. അപ്പൊ യോഗഗ്രഹം വക്രത്തിൽ വരുന്നത് അത്ര ഉത്തമമായ ഫലമല്ല. അപ്പൊ ആ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നല്ല ഫലങ്ങൾ വേണമെന്ന് ഈ ഒരു വക്ര സമയത്ത് ചിന്തിക്കേണ്ട, ദോഷഫലങ്ങൾ വരരുത്. അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, ചിങ്ങരാശിയെ സംബന്ധിച്ചോളം കൂടുതൽ നോക്കേണ്ടത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞത്, അത് 2-3 മാസങ്ങളിലാണ് നല്ല ഫലങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. എല്ലാം പൊതുവെ ഒരു മോശാവസ്ഥയിലാണ്. ഇതെന്തൊക്കെ പറഞ്ഞാൽ ചിങ്ങരാശിയെ സംബന്ധിച്ചോളം എത്ര ചലഞ്ചസ് വന്നാലും അതിനൊക്കെ ഫേസ് ചെയ്യാനുള്ള കഴിവ് ഉള്ളവരാണ് ചിങ്ങരാശി ജനിക്കുന്നവര്. ഓക്കെ, ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട് കുറെ പ്രശ്നങ്ങൾ, ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. ഓക്കെ, അതിനെയൊക്കെ കൃത്യമായി ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ള എന്താണ്, വേഗത നമുക്ക് ഒന്നും അത്ര നല്ലതല്ല. സോ എടുത്തിയാടി ഒരു കാര്യങ്ങളും ചെയ്യണ്ട, ഒരു തീരുമാനങ്ങളും എടുക്കരുത്. എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ ചിന്തിച്ചു മാത്രം ചെയ്യുക. ഈ ചിന്തിച്ച് ചെയ്യണം എന്ന് പറയുന്നത് ചിന്തിക്കാതെ ആരെങ്കിലും എന്തിനും ചെയ്യുമോ, ഞാൻ എന്താ മണ്ടനാണെന്നും ചോദിക്കുക, ആ രീതിയിലല്ല പറയണേ. ഓക്കെ, ചിന്തിച്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ അവിടെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവിടെ നമ്മൾ നോർമലി ചിന്തിക്കുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധ ടേക്ക് കെയർ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കോമഡി ചെയ്യണ കാര്യം നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും ചിന്തിച്ച് മാത്രമേ ചെയ്യുള്ളൂ അല്ലേ. പക്ഷെ അത് ചിന്തിക്കണം എന്ന് എടുത്തു പറയുന്ന ഒരു സൂചന എന്നാണ് നൽകുന്നത്. എന്തിനു വേണ്ടിയാണ്, നമ്മൾ എടുക്കുന്ന ശ്രദ്ധയ്ക്ക് പൊട്ടിക്ക് മുകളിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക എന്നൊരർത്ഥത്തിലാണ് ചിന്തിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക, ആ സാഹചര്യത്തെ മനസ്സിലാക്കി മാത്രം തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിക്കാം. നമ്മുടെ ഇമോഷനെ വെൽ ബാലൻസ്ഡ് ആക്കി വെക്കാൻ ശ്രദ്ധിക്കാം. അമിതമായി ദേഷ്യപ്പെടുന്നത്,
പെട്ടെന്ന് ദുഃഖം വരുന്നത്. ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങൾ മാറി എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഇമോഷനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, നന്നായി ഈശ്വര ആരാധന നടത്താം അല്ലേ. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഇമോഷൻ കൺട്രോൾ കിട്ടും. അതുകൊണ്ട് തന്നെ ചിങ്ങരാശിയെ സംബന്ധിച്ചോളം നിങ്ങൾ വലിയ നല്ല ഫലങ്ങൾ ആഗ്രഹിക്കാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. തീരുമാനങ്ങൾ എടുക്കുമ്പം ചിന്തിച്ച് സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കന്നിരാശി ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി എന്ന് പറയുക. അപ്പൊ കന്നിരാശിക്കാരെന്ന് പറയുന്നത് സ്വന്തം കഴിവിനെ, സ്വന്തം അറിവിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ഇവർക്ക് ശനി എന്ന് പറയുന്ന 6-ൽ വക്രത്തിലും കേതു 1-ലും, വ്യാഴത്തെ സംബന്ധിച്ച് എന്താണ് 9-ാം ഭാവത്തിലുമാണ് നിൽക്കുക വക്രത്തില്. അപ്പം കേന്ദ്രാധിപതിയാണ് അല്ലെ, കേന്ദ്രാധിപത്യം വഹിക്കുന്ന വ്യാഴമാണ്. 4-7-ാം ഭാവാധിപനാണ് വ്യാഴം എന്ന് പറയുക. ആ വ്യാഴമാണ് എന്ത്, ഭാഗ്യസ്ഥാനത്ത് പോയി നിൽക്കുക. പൊതുവെ ഗുണഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു സമയം തന്നെയായിരിക്കും കന്നിരാശിയെ സംബന്ധിച്ചുള്ള വ്യാഴത്തിന്റെ ഈ വക്ര സമയം എന്ന് പറയുന്നത്. അതും എന്താണ്, ശുക്രന്റെ ക്ഷേത്രത്തിലാണ് വ്യാഴം വക്രത്തിൽ വന്നേക്കുന്നത്. പൊതുവെ നമുക്ക് നല്ല ഫലങ്ങളും ഗുണഫലങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ്. വീട് ഒക്കെ മാറ്റണം, അല്ലെങ്കിൽ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ, സ്ഥലം മാറണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ്. വിദേശത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായ സമയമാണ്. തൊഴിൽ നേടാൻ യോഗമുള്ള ഒരു സമയം തന്നെയാണ്. അതുപോലെ തന്നെ പുതിയൊരു വാഹനം എടുക്കണം, അല്ലെ വാഹനത്തിൽ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അനുകൂലമായ ഫലത്തെ പ്രദാനം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ട് നമുക്ക് കുറച്ചുകൂടി അടുക്കാനൊക്കെ സാധിക്കും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോവാൻ പറ്റുന്ന സമയം തന്നെയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. വ്യാഴം വക്രത്തിൽ വരിക പറഞ്ഞാൽ രണ്ടുപേർക്കും മനസ്സിലാക്കി പെട്ടെന്നൊരു അണ്ടർസ്റ്റാൻഡിലേക്ക് പോകും. ഇപ്പൊ ഡൈവോഴ്സിന്റെ അല്ലെങ്കിൽ അങ്ങനെ വിട്ടകന്ന് നിൽക്കുക, അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അടുത്ത് വരാനൊക്കെ പറ്റുന്ന സമയമാണ്. അതുപോലെ തന്നെയാണ് ബിസിനസ് പാർട്ട്നേഴ്സ് ആയാലും എന്താണ്, എന്തിനൊക്കെ അവർ തമ്മിൽ എന്തിനായപ്പോഴും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടുപേർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ധാരണ കിട്ടിയോ, അല്ല രണ്ടുപേരും ഒന്ന് ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ആയി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി മുന്നോട്ട്, നിങ്ങളുടെ ബിസിനസ് കരിയറായാലും മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ സാധിക്കും കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പാർട്ണറിന്റെ ആ രാശിയുടെ അല്ലെങ്കിൽ ഫലവും കൂടി ഒന്ന് ശ്രദ്ധിച്ച് അതും കൂടി എങ്ങനെയുണ്ടോ നോക്കി കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഒരാൾക്ക് നല്ലതാണ് പറഞ്ഞ് മറ്റൊരാൾക്ക് മോശമാണെങ്കിലോ ഓക്കെ, അവരുടെ സമയത്തിൽ അങ്ങനെ എടുക്കാനുള്ള ടൈം ഇല്ലെങ്കിൽ നടക്കൂല. ഓക്കെ, അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. മനസ്സിലുണ്ടായിരുന്ന ദുഃഖങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിലും നമുക്ക് ഉത്തമമായ ഒരു സമയം തന്നെയായിട്ട് നമുക്ക് പറയാവുന്ന ഒരു ടൈമാണ്. അനുകൂലമായ ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യും, നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുക. അതുപോലെ തന്നെ ലോണൊക്കെ നോക്കുന്നവർക്ക്, എന്തൊരു ലോണായാലും നോക്കുന്നവർക്ക് അത് പെട്ടെന്ന് അപ്രൂവ് ആയി കിട്ടാനും അല്ലെങ്കിൽ കടങ്ങളൊക്കെ കിട്ടാനും യോഗമുള്ള സമയമാണ് കേട്ടോ. വിവാഹ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവർക്കും ഒരു ഉത്തമമായ സമയം തന്നെയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്, വ്യാഴത്തിന്റെ വക്രഗതി കേട്ടോ. അപ്പൊ എന്താണ്, നല്ലൊരു സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമുക്ക് നല്ല സമയത്ത് ദൈവം തന്നു, നമ്മളിങ്ങനെ യൂസ് ചെയ്യുക, അതിനെ വർക്ക് ചെയ്യുക, അതിനുവേണ്ടി ഒരു പ്ലാൻസ് എടുക്കുക. ഓക്കെ, അപ്പൊ വേഗത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും. തുലാം രാശി ചിത്തിര, ചോദ്യം, വിശാഖം, മുക്കാടുകുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശി എന്ന് പറയുക. അപ്പൊ തുലാ രാശിയെ സംബന്ധിച്ചോളം വ്യാഴം എന്ന് പറയുന്നത് ഇവർക്ക് അങ്ങനെ വലിയ ഗുണഫലങ്ങളോ ദോഷഫലങ്ങളോ പ്രദാനം ചെയ്യില്ല അല്ലെ, തുലാം രാശിയെ സംബന്ധിച്ചോളം. എന്നാൽ ഇന്ന് വ്യാഴം എന്ന് പറയുന്നത് എന്താണ്, 3-6-ാം ഭാവാധിപനാണ്. ഈ 3-6-ാം ഭാവാധിപൻ 8-ൽ മറിഞ്ഞിരിക്കുന്നത് ഒരു ഗുണമായിട്ടൊരു ഫലത്തെയാണ് നമുക്ക് പ്രധാനം. വക്രത്തിൽ വന്നേക്കണം എന്താണ്, നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒരുങ്ങി വരുന്ന ടൈം തന്നെയാണ്. അപ്പം തുലാം രാശിയെ സംബന്ധിച്ചോളം ഈ വ്യാഴത്തിന്റെ വക്രം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അനുകൂലമാണ്, നല്ല സമയമാണ്. പ്രധാനമായിട്ട് പറയുന്നത് നമുക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ, ഇപ്പൊ തൊഴിൽ ചെയ്യുമ്പോൾ നമുക്കൊരു തടസ്സം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ട്, അതൊക്കെ ഒന്ന് മാറി കിട്ടുക. തൊഴിൽ കിട്ടാത്ത അവസ്ഥയായിരുന്നു, അത് മാറി നമുക്ക് നല്ലൊരു തൊഴിൽ കിട്ടാനുള്ള യോഗം. വിവാഹ കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി നമ്മുടെ ജീവിതത്തിലെ എന്തു പ്രശ്നങ്ങളാണോ, എന്തൊക്കെ പ്രതിസന്ധികളാണോ, അതിനെയൊക്കെ മറികടന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്ന ഒരു സമയമാണ് ഈ വ്യാഴത്തിന്റെ വക്രഗതി എന്ന് പറയുന്നത്. അപ്പൊ വേണ്ട വിധത്തിൽ ഈ സമയത്തെ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സാമ്പത്തികമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഗുണഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു സമയമായിട്ട് പറയാം. ഓക്കെ, സാമ്പത്തികമായ നേട്ടം പറയാം. കടങ്ങളൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ
എന്താണ് ലോണൊക്കെ അപ്രൂവ് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പം പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു അനുകൂല അവസ്ഥ വരാം. കാരണം നമ്മുടെ ആ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങള് പ്രതിസന്ധികളൊക്കെ നമുക്കൊന്ന് മാറ്റി കിട്ടുന്ന സമയമാണ് ഈ വ്യാഴത്തിന്റെ വക്രഗതി എന്ന് പറയുന്നത്. സോ ഈ ടൈം എന്ന് പറയുന്നത് ഞങ്ങൾ റെസ്റ്റ് എടുക്കുന്ന ടൈമല്ല, വർക്ക് ചെയ്യേണ്ട സമയമാണ്. അത് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ടൈമാണ്. നന്നായി പരിശ്രമിക്കുക, കഠിനാധ്വാനം ചെയ്യുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വക്രഗതി, വ്യാഴത്തിന്റെ വക്രഗതി എന്ന് പറയുന്ന തുലാം രാശിയെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഉത്തമമായ ഫലത്തെയാണ് പ്രദാനം ചെയ്യുക കേട്ടോ. വൃശ്ചിക രാശി, വിശാഖാരണിരം തൃക്കേട്ടം 2 നക്ഷത്രമാണ് വൃശ്ചിക രാശി എന്ന് പറയുക. വൃശ്ചിക രാശിയെ സംബന്ധിച്ചോളം വ്യാഴം എന്ന് പറയുന്നത് 2, 5 ഭാവാധിപനാണ് വ്യാഴം എന്ന് പറയാൻ, അല്ലെ? ഇവിടെ വ്യാഴം എന്താണ് 7 ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പം വ്യാഴം എന്ത് ചെയ്യണ്ട, വൃശ്ചിക രാശിയെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. പൊതുവെ നല്ല സമ്മാനം, നല്ല വരുമാനം, നല്ല അവസരങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സമയമാണ്. എന്നാൽ ഇനിയിപ്പം വ്യാഴം വക്രത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് വരുമാനം വരുന്നുണ്ടെങ്കിലും ചെലവ് ഉണ്ടാവും. ഓക്കെ, ചെലവുണ്ടാവും. ആ ചെലവ് ശ്രദ്ധിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചെലവ് വരുത്തുന്നത് ശ്രദ്ധിച്ചാണെങ്കിൽ നമുക്ക് ആ ചെലവ് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ചെലവാക്കി നമുക്ക് അതിൽ നിന്നൊരു റിട്ടേൺ കിട്ടുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എന്നാൽ ആ ചെലവ് എന്ന് പറയുന്ന അനാവശ്യമായിട്ടുള്ള ചെലവുകളൊക്കെ ആണെങ്കിൽ അത് വീണ്ടും വീണ്ടും എന്ത് ചെയ്യും, വർദ്ധിക്കും. ഓക്കെ, അതുപോലെ തന്നെ വൃശ്ചിക രാശി കുറച്ച് ആളുകൾക്ക് ഈ ഒരു ടൈം എന്ന് പറയുന്ന ഭയം, അതുപോലെ തന്നെ ഉത്കണ്ഠ, സ്ട്രെസ് ഒക്കെ എന്താണ് ഒന്ന് അമിതമാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന സാഹചര്യമൊക്കെ വരാം. ഇപ്പോൾ ഉള്ള ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടെ കൂടാനൊക്കെ ഒരു സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ എപ്പോഴും ചിന്താക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വൃശ്ചിക രാശിയെ സംബന്ധിച്ചാൽ ഈ ഒരു ടൈമിൽ. അതുകൊണ്ടൊരു കാര്യങ്ങൾ എടുക്കുമ്പോൾ, തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒന്നെങ്കിൽ ചിന്തിച്ച് നല്ല രീതിയിൽ തീരുമാനമൊക്കെ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ചിന്താക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, ക്ലാരിറ്റി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊരു എക്സ്പെർട്ടിനോട് എന്ത് ചെയ്യാം, അഡ്വൈസ് സ്വീകരിക്കണം. അത് യാതൊരു മടിയും കാണിക്കണ്ട. ഓക്കെ, പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ വൃശ്ചിക രാശിക്ക് വ്യാഴം വക്രത്തിൽ വരുന്ന അത്ര ഉത്തമമൊന്നുമല്ല. ഞാനിത് എന്താ ചെയ്യാ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഈ പറഞ്ഞ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. വിദ്യാർത്ഥികളുടെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇവർക്ക് പൊതുവെ അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് അത്രയും പ്രശ്നങ്ങളായൊന്നുമില്ല. വിദ്യാർത്ഥികൾ പഠന സംബന്ധമായിട്ട് നോക്കിയാൽ ഉത്തമമായിട്ട് സമയമൊക്കെയാണ്. അതുപോലെ വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 അഭിപ്രായങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം, ഇപ്പൊ പ്രണയികളാണ്, വീട്ടിൽ പോയി അവതരിപ്പിക്കുമ്പോൾ 2 അഭിപ്രായങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക്. അപ്പൊ ഇതിലൊക്കെ നമുക്ക് ഏറ്റവും വേണ്ടത് ചിന്തയാണ്, തീരുമാനങ്ങളാണ്. അപ്പൊ ആ ചിന്ത നമ്മൾ വേഗത്തിലെടുക്കാതെ ശ്രദ്ധിച്ച് സാഹചര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറുക, പ്രവർത്തിക്കുക. അങ്ങനെയാകുമ്പോൾ ഈ വ്യാഴം ചെയ്യുന്ന അല്ല വ്യാഴത്തിന്റെ വക്രഗതി നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഓക്കെ, പിന്നെ ഈ ഭയം, സ്ട്രെസ്, അതുപോലെ തന്നെ നമുക്ക് ഉത്കണ്ഠ, ചിന്താകുഴപ്പങ്ങൾ, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ല, കുറച്ച് ആളുകൾ. ഓക്കെ, ഒരു വലിയ പേടിയൊന്നും മേടിക്കണ്ട കേട്ടോ. അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വൃശ്ചിക രാശിയെ സംബന്ധിച്ചുള്ള ഈ വ്യാഴത്തിന്റെ വക്രത്തിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് നിങ്ങൾ എന്ത് ചെയ്യുക, വേഗത കുറയ്ക്കുക, ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക, സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി കേട്ടോ. അപ്പൊ തന്നെ ആ ദോഷങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മള് ഈ ഒരു സംഭവം സിഗ്നൽ ബോർഡ് പോലെയാണ്, സൂചനയാണ്. ആ സൂചന നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കണം, ഓക്കെ ഇങ്ങനെയാണ്, അത് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, പെരുമാറണം. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഓക്കെയാണ് കേട്ടോ. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം കാലത്ത് നിന്ന് 2 നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയാം, അല്ലെ? അപ്പൊ ധനുരാശിയെ സംബന്ധിച്ചോളം ഈ വ്യാഴത്തിന്റെ വക്രഗതി എന്തൊക്കെ ഫലങ്ങളാണ് പ്രദാനം ചെയ്യുക? 6ലാണ് വ്യാഴം, ശനി നല്ല പൊസിഷനിലാണ് നിൽക്കുക, അല്ലെ? ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് കുറെ ആളുകൾ ധനുരാശി ഉള്ളവര് കടങ്ങൾ വാങ്ങിയിട്ടുണ്ടാവാം. ഓക്കെ, കൂടുതലായിട്ട് കടങ്ങൾ വാങ്ങുക, അത് കൂട്ടുകാരുടെ അടുക്കൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ അല്ലെ മറ്റോ എന്തിനൊക്കെ മാർഗത്തിലൂടെ നമുക്ക് കടം വാങ്ങുക, പണയം വെക്കുക, സ്വർണമൊക്കെ ഉണ്ട് അത് വിൽക്കുക, ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ കടന്നു പോകുന്നവരാണ്. ഓക്കെ, ഈ ഒരു സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ പറയണില്ല, ഈ ഒരു വ്യാഴത്തിന്റെ വക്രഗതി എന്ന് പറയുക. ഓക്കെ, ഇപ്പൊ എന്താണ് ചെയ്യുന്നത് അതുപോലെ അങ്ങ് പൊക്കോട്ടെ. ഇപ്പൊ ഒരു തൊഴിലുണ്ടോ, ആ തൊഴിൽ തന്നെ കണ്ടു മാറാൻ നിൽക്കണ്ട.
നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി അധികമായിട്ട് കടം വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക, കടങ്ങളൊക്കെ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. കിട്ടുന്ന പൈസ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ആ കടങ്ങൾ, നമ്മുടെ ആ ഡെപ്ത് എന്നൊരു കാറ്റഗറി അല്ല ലയബിലിറ്റി എന്നൊരു പോർഷൻ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എടുക്കുക നിങ്ങൾ. ഇനി അത് കൂട്ടാൻ നോക്കല്, കുറയ്ക്കാൻ. അപ്പൊ പറയും ഇത് വല്ല ഇഷ്ടം ഉണ്ടായിട്ടാണോ പോയി ലോൺ എടുക്കണം, അല്ലെ കടം എടുക്കുന്നത്, അല്ലെ പണയം വെക്കുന്നത്? സാഹചര്യങ്ങൾ നിമിത്തമല്ലേ. ആ സാഹചര്യങ്ങൾ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ വരുന്നു, അതിനെന്താണ്, അത് ചെയ്യാതെ എന്താണ് പരിഹാരം എന്ന് ചിന്തിച്ച് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ആ കടങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും ഈ വക്രഗതിയിൽ വ്യാഴത്തിന് കേട്ടോ. അപ്പം നമുക്ക് ഈ ചെലവുകളൊക്കെ ഉണ്ടാക്കും, ചെലവ് അധികമാവും. അതുപോലെ അത് നിമിത്തൊക്കെയാണ് ചിലപ്പോൾ ഈ കടങ്ങൾ വന്നത്. ചിലപ്പം നമുക്ക് വേണ്ടി ആയിരിക്കില്ല കടങ്ങൾ എടുത്തേക്കണേ, മറ്റാളുകൾക്ക് വേണ്ടിയായിരിക്കും, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരാളെ നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊന്നും ഈ ഒരു ടൈം ഇപ്പം അത്ര ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി അതോ കേൾക്കുവാണെങ്കിലും ഒരു എക്സ്പേർട്ടിന്റെ മാത്രമായിരിക്കണം. ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ പറഞ്ഞ് നിങ്ങൾ എടുക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് സ്വയമേ ചിന്തിച്ച് സാവധാനം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. അപ്പൊ വലിയ പ്രശ്നങ്ങളിലാണ് നിങ്ങൾക്ക് മുന്നോട്ടാവും. പിന്നെ ഈ വ്യാഴം വക്രത്തിൽ വരുമ്പോൾ നമുക്ക് രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക്, വളരെ കാലമായിട്ട് രോഗദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്ന സമയമാണ്. കൃത്യമായി മെഡിസിനൊക്കെ കൃത്യമായി അനുകൂലമായ സാഹചര്യത്തിൽ നമുക്ക് ചെന്ന് എത്തി കഴിഞ്ഞാൽ നമുക്ക് ആ രോഗങ്ങളൊക്കെ കുറച്ചെടുക്കാൻ പറ്റുന്ന ടൈമാണ്. നമ്മളെ മെഡിസിൻ വർക്കാവുന്ന ഒരു ടൈമായിരിക്കും. ഓക്കെ, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ജോലിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കേതു അല്ലെ, കേതുവിനേക്ക് നമ്മുടെ വ്യാഴത്തിന്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് നമ്മളെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ, ചലഞ്ചസ് ഒക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ജോബ് ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മേഖല ജോലി നമുക്കൊരു അൺകംഫോർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിയാളെന്ന ചിന്തയൊക്കെ നമുക്ക് ഉണ്ടാവാം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരം നിങ്ങളിപ്പം ആ ജോലി മാറാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഇപ്പം റിസ്ക് എടുക്കാൻ അത്ര നല്ല സമയമൊന്നുമല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇനി കടകൾ വാങ്ങി കൂട്ടല്ല, ശ്രദ്ധിക്കണം, ജാഗ്രത വേണം എന്ന് പറയുന്നത്. സോ റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് അത്ര നല്ല സമയമല്ല. ഇപ്പൊ എന്താണോ ഇവിടെ അതേപോലെ മുന്നോട്ട് പോയിക്കോട്ടെ, ആ ജോലിയൊക്കെ അതുപോലെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകും. ബുദ്ധിമുട്ടാണെങ്കിൽ അതെങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും, അതായിരിക്കും ഉത്തമം. ഓക്കെ, നിങ്ങളിപ്പോ ഓവർ റിസ്ക് എടുത്ത് ആ ജോലി വിട്ട് എനിക്ക് വേറെ ജോലി കിട്ടും, എനിക്ക് വേറെ ഓഫർ വന്ന് കിടപ്പുണ്ടെങ്കിൽ അങ്ങോട്ട് കയറാം എന്നൊക്കെ ചിന്തിച്ചിരിക്കണ്ടേ. നിങ്ങൾ നല്ല ഡീപ്പായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ഓക്കെ, നിങ്ങളുടെ സ്വയത്തിൽ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾക്ക് അതാണ് ഉചിതം തോന്നി, ഓക്കെ നിങ്ങൾ എടുത്തു. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം നിങ്ങളിപ്പോൾ അത് എന്താണ് ജോബ് മാറണോ നിൽക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം കേട്ടോ. നമ്മുടെ രാശിഫലം അല്ലെങ്കിൽ ഈ ഒരു ഇപ്പോഴത്തെ ഒരു ഗ്രഹസ്ഥിതി പ്രകാരമൊക്കെ നിങ്ങൾക്ക് അത് അത്ര അനുകൂലമായിട്ട് ഫലത്തെ പ്രദാനം ചെയ്യില്ല. അതുപോലെ തന്നെ ഇവിടെ കൂടുതൽ നമുക്ക് അമിതമായ ദേഷ്യം, കോപമൊക്കെ വർദ്ധിക്കാനായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കുടുംബത്തിലായാലും നമ്മുടെ ഒരു ഫ്രണ്ട്സിനിടയിലൊക്കെ ആയാലും നമുക്കുണ്ടായിരുന്ന വാക്കുകൾ, നമ്മൾ വാക്കുകൾ അപ്പുറം ശ്രദ്ധിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ഇങ്ങനത്തെ പ്രശ്നം വരാൻ സാധ്യത. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ മൗനം പാലിക്കുക. ഓക്കെ, മൗനം ശീലിക്കുക. ഓക്കെ, അപ്പം ആ വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും പോവാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സമാധാനത്തിൽ. അതുപോലെ ദേഷ്യത്തിലേക്കും നിങ്ങൾ ഒരു കാര്യത്തിലേക്കും ചിന്തിക്കല്ല, നിങ്ങൾ ഒന്നും പറയാൻ നിൽക്കല്ല. ഇമോഷണൽ കൺട്രോൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് വേണം. സോ അത് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സൈഡിൽ ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര അനുകൂലമായ സമയമല്ല. ഞാൻ പറഞ്ഞു, റിസ്ക് എടുക്കുക അത്ര നല്ല സമയമല്ല. പിന്നെ നിങ്ങൾക്ക് നല്ല എക്സ്പെർട്ടൈസ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഫീൽഡുമായിട്ട് എക്സ്പെർട്ടൈസ് ഉള്ളവരോട് ചോദിച്ച് എന്ത് ചെയ്യുക, ഒപ്പീനിയൻ എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, എന്നാലും നിങ്ങളിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സ്മോൾ ആയിട്ട് ചെയ്യുക. ഒത്തിരി ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് അത് കടങ്ങൾ വാങ്ങിയൊന്നും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം മകരരാശി, ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം അടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് മകരരാശി എന്ന് പറയുക. മകരരാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ഫലത്തെ പ്രദാനം ചെയ്യുന്ന സമയമൊക്കെയാണ്. പൊതുവെ നമ്മൾ പറയാണ്ട് മകരരാശിയെ സംബന്ധിച്ചോളം നല്ല ഫലങ്ങൾ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആ നല്ല ഫലത്തിലേക്കുള്ള പാതയിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്കെ പറയാറുണ്ട് അല്ലെ. അപ്പം നമ്മൾ അനുഭവിക്കുന്ന ദുഃഖാവസ്ഥ, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ സങ്കടം, ആ കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ സന്താനമില്ലാതിനുള്ള ദുഃഖങ്ങൾ, ഇതൊക്കെ ഒന്ന് പരിഹാരത്തിലേക്ക് എത്താൻ പോവുകയാണ്.
പയ്യെ പയ്യെ നമ്മളതിലൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഈ വ്യാഴത്തിന്റെ വക്രഗതി നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താണ് ആ റിസൾട്ട് തരുന്നൊരു സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വ്യാഴത്തിന്റെ വക്രഗതി എന്ന് പറയുന്നത് മകരരാശിയെ സംബന്ധിച്ചുള്ള ഉത്തമമാണ്. ഇപ്പം ശനിയുടെ രാശിയാണ് എന്താ മകരം എന്ന് പറയുക അല്ലെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് രാഹു കേതുക്കൾ നമുക്ക് ഉത്തമമായ ഫലത്തെ പ്രദാനം ചെയ്ത സമയമാണ്. വ്യാഴത്തിന്റെ വക്രഗതിയും നല്ലതാണ്. 5ലാണ് വ്യാഴം നിൽക്കുക. ആ 5ലെ വ്യാഴം എന്താണ് നമ്മളെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എന്താണ് നല്ലൊരു ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. നമുക്ക് വേഗത, ഉന്മേഷം, ഒരു എനർജറ്റിക് ഫീൽ ഒക്കെ കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും ഈ ഒരു സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും നല്ല നല്ല അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല പ്ലാൻസ് ഒക്കെ കിട്ടുന്ന സമയമായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യണമെന്ന് പോലും വിചാരിച്ച കാര്യങ്ങൾ, പക്ഷെ നമുക്ക് എത്രയും പെട്ടെന്ന് ആ പ്ലാനുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുക, പ്ലാനുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന സമയമാണ്. ഇന്നത് പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അതിന് കൃത്യമായ ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടുന്ന സമയം. എങ്ങനെ എനിക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാം, ഹൗ ടു സോൾവ്, എങ്ങനെ സോൾവ് ചെയ്യാം, അതിനൊക്കെ കൃത്യമായ മാർഗങ്ങൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുള്ള ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും നല്ലൊരു ടൈം തന്നെയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. മകരരാശിയെ സംബന്ധിച്ചോളം നോക്കുക, ഈ 12 രാശികളിലെ വ്യാഴത്തിന്റെ വക്രഗതി ഏറ്റവും അനുകൂലമായി നിൽക്കുന്നത് മകരരാശിക്കാണ്. ഓക്കെ, അപ്പൊ അതിൻ്റെതായ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും ഉറപ്പായിട്ടും. നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കും. അത് സാമ്പത്തിക സഹായമായാലും മനസ്സിന്റെ ആയാലും നമുക്ക് നല്ലൊരു സപ്പോർട്ട് ലഭിക്കും. ഓക്കെ, ചില സമയത്ത് എന്താണ് ഈശ്വരനെ നമ്മൾ നേരിട്ട് പ്രത്യക്ഷപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ പോലും എന്താണ് മറ്റൊരാളുടെ രൂപത്തിലോ അല്ലെ മറ്റൊരു ജീവന്റെ രൂപത്തിലോ അല്ലെ മറ്റേതൊരു തരത്തില് നമ്മളെ സഹായിക്കാം അല്ലെ. അപ്പൊ ആ ഒരു സഹായം ലഭിക്കാൻ യോഗമുള്ള സമയമാണ് ഈ വ്യാഴത്തിന്റെ വക്രഗതി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മകരരാശിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് സഹായങ്ങൾ, ഹെൽപ്സ് കിട്ടുക. ചിലപ്പോൾ സുഹൃത്തായിരിക്കാം, ചിലപ്പോൾ ഫാമിലി മെമ്പർ, ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയം പോലും ഇല്ലാത്ത ആൾക്കാരായിരിക്കും നിങ്ങളെ സഹായിക്കണേ. ഓക്കെ, അത് സാമ്പത്തിക സഹായം തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ. സഹായങ്ങൾ പലതുണ്ട്, പല രീതിയിലുണ്ട്. ചിലർക്കൊരു വാക്ക്, ചിലപ്പം ഒരു സമയത്ത് നമ്മൾ ചെറിയ വാക്ക് മതി നമുക്കൊരു ആശ്വാസം കിട്ടാൻ അല്ലേ. അപ്പൊ അങ്ങനെയാവാം. അങ്ങനെയൊക്കെ എന്താ നമുക്കൊരു സഹായം ലഭിക്കാൻ, സപ്പോർട്ട് കിട്ടാൻ നല്ല ടൈമാണ് മകരരാശിയെ സംബന്ധിച്ചാണ്. അതുപോലെ തന്നെ കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മില്, മാതാവും പിതാവും തമ്മില്, അതല്ലെങ്കിൽ മക്കളുമായിട്ടുള്ളത്, അല്ലെ പേരന്റുമായിട്ടുള്ളത്, ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ടുള്ളത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കുറഞ്ഞ് ആ പ്രശ്നങ്ങളുടെ കാഠിന്യമൊക്കെ കുറച്ചു കൊണ്ടുവരാൻ പറ്റുന്ന സമയം. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി ഞങ്ങൾക്കൊരു സന്താനമില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് ദുഃഖിച്ച് നടന്നവർക്കൊക്കെ കൃത്യമായ ഒരു പരിഹാരം ലഭിക്കുകയും സന്താന ഭാഗ്യമൊക്കെ പറയാവുന്നൊരു സമയം തന്നെയാണ് കേട്ടോ. വിവാഹ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. സാമ്പത്തികമായിട്ട് സഹായങ്ങൾ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. നമുക്ക് പറയാം വിദേശത്തൊക്കെ പോകണം, അത് പഠന സംബന്ധമാവാം, ജോലി സംബന്ധമാവാം, എന്തും ആവട്ടെ, വിദേശ യാത്രകളെ വിദേശത്ത് പോകാനൊക്കെ യോഗമുള്ള സമയമാണ്. ഒരു ഭവനം പണിയണം, തൻ്റെതായിട്ടൊരു വീട്, കൊച്ചു വീടായാലും തൻ്റെതായിട്ടൊപ്പം വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റുന്ന സമയമാണ്. പിന്നെ കുറച്ച് പേരുകളൊക്കെ വീടൊക്കെ പണിഞ്ഞ് പകുതിക്ക് തറവര വാർത്തിട്ടവര്, കട്ടള വെച്ചിട്ട് നിർത്തിയവര്, അല്ലെങ്കിൽ മണ്ണ് മാന്തിയിട്ട് നിർത്തിയിട്ട് അവർക്കൊക്കെ എന്ത് ചെയ്യാം, പയ്യെ പണി പുനരാരംഭിക്കാൻ പറ്റുന്ന സമയമൊക്കെ ആയിരിക്കും. ശ്രമിച്ചു കഴിഞ്ഞ് ഇതിനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരും. അപ്പൊ ഈ മകരരാശിയെ സംബന്ധിച്ചുള്ള ഈ ഒരു ടൈം നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ റിഫ്ലക്റ്റ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്തായാലും ഉണ്ടാവും. സോ വേണ്ട വിധത്തിൽ ഈ സമയത്ത് ഉപയോഗിക്കാൻ നിൽക്കുക. നല്ല സമയമാണ്, നിങ്ങൾ നന്ദി അധ്വാനിക്കുക, ഇരട്ടി വർക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അത് റിസൾട്ട് പെട്ടെന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നല്ല എനർജി ഫീൽ കിട്ടും. നിങ്ങളുടെ ആ മടി, ലേസ്നെസ് ഒക്കെ കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഇതിനൊക്കെ ഒരു ഒരു പോസ്റ്റ് വേണ്ടി നമുക്ക് എത്തുമ്പോഴും നമ്മളത് സ്വീകരിക്കാൻ റെഡി ആയിരിക്കണം അല്ലെ. നമ്മളത് സ്വീകരിക്കാൻ റെഡി ആയിരിക്കണം. നല്ല ഫലം ഞാൻ തരാൻ റെഡിയാണ് ഈശ്വരൻ പറയുമ്പോൾ നമ്മളത് സ്വീകരിക്കാൻ കൂടി റെഡി ആയിരിക്കണം. നമ്മുടെ ബോഡി അതിനും കൂടി സെറ്റാക്കി വെക്കണം അല്ലേ. അല്ല എനിക്കിപ്പോ ഫലങ്ങളൊന്നും ഞാൻ ഇങ്ങനെ അണങ്ങാതിരിക്കുക, എനിക്ക് നല്ല ഫലങ്ങളല്ലേ, ഇങ്ങ് പോരട്ടെ, നല്ല ഫലങ്ങൾ പോരട്ടെ, ഇല്ലെങ്കിൽ എനിക്കൊരു 50,000 രൂപ വേണം. ഓക്കെ, കണ്ണുപടിച്ചിങ്ങനെ ഇരിക്കുന്നു, തൊട്ട് മുമ്പിലും 50,000 രൂപ ഒന്നും ഓട്ടോമാറ്റിക്കലി ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. അതിനുള്ള ശക്തി, അതിനുള്ള ആരോഗ്യം ഈശ്വരൻ പ്രദാനം ചെയ്തിട്ടുണ്ട്.
ബുദ്ധി, അല്ലെ? മനുഷ്യർക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്വയമേ ചിന്തിച്ച ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടല്ലേ? അതൊക്കെ തന്നേക്കണം എന്തിനാ? നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കണം, അല്ലേ? അപ്പം അതിനുള്ള ഈശ്വരൻ, താൻ പാതി ദൈവം പാതിന മകളെ. അപ്പൊ ആദ്യമേ താൻ ചെയ്യേണ്ട കാര്യം, താൻ ചെയ്യേണ്ട കർമ്മം എന്താണോ അത് ചെയ്ത് തീർത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈശ്വരന്റെ ബാക്കി 50% സ്വീകരിക്കാൻ. ചില താൻ പാതി ദൈവം പാതിയില്ല. അപ്പൊ ഈശ്വരന്റെ 50% കിട്ടിയാൽ വന്നില്ല എല്ലാത്തിനും, അത് പോരാ. ആദ്യമേ നമ്മൾ ചെയ്യാനുള്ള 50% ചെയ്യുക. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചുള്ള ഭാഗ്യത്തെ അല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ട് എന്ത് ചെയ്യും, ഈശ്വരൻ പ്രദാനം ചെയ്യും. നമ്മളൊരു കുരിക്കകത്താണെങ്കിൽ നമ്മൾ ആ കുരിക്കകത്തിന് കയറണമെങ്കിൽ നമ്മളെ എന്ത് ചെയ്യണം, സഹായിക്കാൻ ഒരാൾ വന്നു, ഒരാൾ കയറിട്ട് തന്നു, പിടിച്ച് കയറേണ്ട ഉത്തരവാദിത്തം ആരുടെയാ? നമ്മുടെ അല്ലേ? അല്ലെ ആ ഒരു വ്യക്തി താരം വന്ന് നമുക്ക് തന്നെ പിടിക്കാൻ കഴിവുണ്ട്, കയറിപ്പോകാനുള്ള ആരോഗ്യമുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, കയറിപ്പോണം, അല്ലേ? അപ്പം ഈശ്വരൻ തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. ആ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ആ ഈശ്വരന്റെ ചൈതന്യം, അല്ലെ? ഓരോ വ്യക്തിയിലും എന്തുണ്ട്, ഈശ്വരനുണ്ട്, അല്ലെ? നമ്മളിൽ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പം എന്ത് ചെയ്യണം, നമ്മൾ നമ്മളൊരാളെ കാണുമ്പോൾ എന്താണ്, റെസ്പെക്ട് ചെയ്യുക. ആരെയും നമ്മൾ എന്ത് ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക. ആരെയും വില കുറച്ച് കാണേണ്ട ആവശ്യമില്ല, അല്ലെ? നമ്മൾ അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ പറയും എന്നല്ല പറയണേ, പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ നിർത്തുക. അപ്പൊ നിങ്ങൾക്ക് എന്താ, നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യും കേട്ടോ. അപ്പൊ ഈ സമയം കൃത്യമായിട്ട് അങ്ങ് യൂസ് ചെയ്യുക മകരരാശിക്കാര്. ഈ ഫെബ്രുവരി 4 വരെയുള്ള സമയം കൃത്യമായിട്ട് അങ്ങ് യൂസ് ചെയ്യണേ. വ്യാഴം വക്രത്തിലാണ്, നമുക്ക് അനുകൂല ഫലങ്ങൾ പ്രദാനം ചെയ്യാൻ റെഡിയാണ് വ്യാഴം, അല്ലേ? അപ്പൊ നമ്മൾ വേണ്ട ഫലത്തെ കൃത്യമായിട്ട് യൂസ് ചെയ്യുക, നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക, അപ്പൊ റിസൾട്ട് ഉണ്ടാവും കേട്ടോ. കുംഭരാശി, അവിട്ടമര ചതയും പൂരുട്ടാതി മുക്കാടങ്ങുന്ന 2 നക്ഷത്രമാണ് കുംഭരാശി എന്ന് പറയുന്നത്, അല്ലെ? ഇവിടെ 2-11 ഭാവത്തിനാണ് വ്യാഴം എന്ന് പറയുന്നത്. ജന്മത്തെ ശനി, രാഹുകേതുക്കൾ 2-8 നിൽക്കുന്ന സമയമാണ്. അപ്പം എന്താണ്, 4 ഭാവത്തിലാണ് വ്യാഴം, അല്ലെ? 4-ലാണ് ഈ വ്യാഴം നിൽക്കുക. അപ്പൊ ഇവർക്ക് വക്രഗതി എന്ന് പറയുന്നത് വലിയ ഗുണഫലങ്ങളൊന്നും പ്രദാനം ചെയ്തതിനും ഒരു ആശ്വാസം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടായിരുന്ന നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷനിൽ നിന്നൊരു ലൈഫ്, ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഈ ഒരു ടൈം എന്ന് പറയുന്നത് കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പയ്യെ കുറയ്ക്കാൻ സാധിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ടും എന്താണ് പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മാനേജ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒന്ന് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഇതുപോലെ വിദ്യാർത്ഥികളുടെ കാര്യം പറയുമെങ്കിൽ നിങ്ങൾക്ക് നല്ല സമയം, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏറ്റവും പ്രശ്നം, നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് പറയുന്ന പോലെ തന്നെ 4 നീല എന്ന് പറയുന്ന സ്വഭാവമുണ്ട്, അതങ്ങെടുത്ത് മാറ്റുക. ഓക്കെ, ആ സ്വഭാവങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തമമായ സമയമാണ് വിദ്യാർത്ഥികൾക്ക്. മറ്റുള്ള ആളുകൾക്ക്, വിദ്യാർത്ഥി അല്ലാത്തവർക്ക് ആ പ്രോക്രാസ്റ്റിനേഷൻ എന്ന ഒരു സ്വഭാവം നിങ്ങളും ജീവിതത്തിൽ നിന്ന് മാറ്റുക. നിങ്ങൾക്ക് ലൈഫ് കുറച്ചുകൂടി സ്മൂത്ത് ആക്കാൻ പറ്റും. ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് റിലാക്സേഷൻ, നിങ്ങൾക്ക് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, ചലഞ്ചസിൽ നിന്ന് ഒരു റിലാക്സേഷൻ കിട്ടും. ഓക്കെ, ഒരു റിലീഫ് കിട്ടും, ഒരു ആശ്വാസം കിട്ടും. ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഗുണഫലങ്ങളൊന്നും അല്ലെങ്കിൽ പോലും ഒരു ആശ്വാസം കിട്ടും കുംഭരാശിക്ക് ഈ ഒരു ടൈം എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ വക്രഗതി കേട്ടോ. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വ്യാഴത്തിന്റെ വക്രം ഒത്തിരി ഫലങ്ങളെ പ്രദാനം ചെയ്യുകയല്ല, എന്തൊക്കെ റിലീഫാണ് അതൊക്കെയാണ് നമുക്ക് നോക്കണ്ട, അല്ലെ? അല്ല എന്തൊക്കെ ദോഷങ്ങളാണ് കുറയുന്നത്, രോഗത്തിനൊക്കെ നമുക്ക് ശരിയാക്കാനൊക്കെ പറ്റുന്നുള്ള മരുന്നൊക്കെ സ്വീകരിക്കാൻ പറ്റുന്ന സമയമാണ്. മരുന്ന് കഴിച്ചാൽ അതിന് ഗുണം ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും. നല്ല മരുന്ന് കഴിച്ചാൽ വല്ല ഗുണം, എല്ലാ സമയത്തും എല്ലാ മരുന്നും ഗുണമുണ്ടായെന്ന് വരില്ല. ചിലപ്പോൾ മരുന്ന് കഴിക്കാമെന്നുള്ളൂ, അത് കുറവൊന്നും ഉണ്ടായെന്ന് വരില്ല. പക്ഷെ നല്ല സമയത്ത് ആ മരുന്ന് കഴിച്ചാൽ ഫലം ഉണ്ടാവുന്ന ടൈമിലോ മരുന്ന് കഴിക്കുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും. ഒന്ന് കഴിക്കാനടുത്ത് 10 തവണ കഴിക്കേണ്ടി വരും. ഇപ്പൊ ഒരു തവണ തന്നെ കഴിച്ചാൽ മതി. എന്നുവെച്ചാൽ ഡോക്ടർ പറയുന്ന കറക്റ്റ് ഡോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ദോഷങ്ങൾ പ്രശ്നങ്ങൾ കുറഞ്ഞു വരും. അല്ലെങ്കിൽ ഇതുവരെ ഒരു നല്ലൊരു വൈദ്യനെ കിട്ടിയില്ലായിരുന്നു, ഒരു ഫ്രണ്ടോ അല്ല ആരെങ്കിലും വിളിച്ചു പറഞ്ഞു ഇന്നടുത്ത് നല്ലൊരു ഡോക്ടറാണ്, അല്ലെങ്കിൽ ഇന്നടുത്ത് നല്ലൊരു വൈദ്യനാണ്, അല്ലെങ്കിൽ ഇന്നടുത്ത് നല്ലൊരു അക്യുപഞ്ചറിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇന്നടുത്ത് നല്ലൊരു നാച്ചുറോപ്പതിസ്റ്റ് ആണ്. അപ്പൊ ആദ്യം പോകുന്നു, ചികിത്സിക്കുന്നു, ഭേദമാവുന്നു, അല്ലെ? ഒരാൾ നിമിത്തമാണെങ്കിൽ പോലും എന്താണ് അതിനൊരു ശമനം ഉണ്ടാവുന്നു, അല്ലെ? അതുപോലെ തന്നെ വീട്, വാഹനം വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവര്, നിങ്ങൾക്ക് വാഹനം അങ്ങനെ വാങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ലോണൊക്കെ ചിലപ്പോൾ വാങ്ങാൻ പറ്റിയിരിക്കാം.
ഇന്നും വാഹനം അത്ര അനുകൂല സമയമല്ല, അപ്പോൾ വാഹനം ഉണ്ട് ഓക്കെ എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ വാഹനത്തിൽ എന്തൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അതിനുള്ള മോഡിഫിക്കേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, വാഹനത്തിന് റിപ്പയർ വർക്കൊക്കെ ഉണ്ട്, അത് പൂർത്തീകരിക്കാനൊക്കെ പറ്റുന്ന സമയമാണ്. ഓക്കെ, അത് വീടിനായാലും വാഹനത്തിനായാലും എന്തെങ്കിലും റിപ്പയറിംഗ് ഒക്കെ ഉണ്ട്, മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ടൈമാണ് കേട്ടോ. പൊതുവെ പറയുകയാണെങ്കിൽ കുംഭരാശിയെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട റിലീഫ്, നിങ്ങൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നൊരു റിലീഫ് നിങ്ങൾക്ക് കിട്ടും. അതാണ് പ്രധാനമായിട്ട് കുംഭരാശിയെ കുറിച്ച് പറയാൻ കേട്ടോ. മീനരാശി പൂരിട്ടാതി കാല ഉത്തിരട്ടാതി രേവതി അടങ്ങുന്ന 2 കാല നക്ഷത്രമാണ് മീനരാശി എന്ന് പറയുക. മീനരാശിയെ സംബന്ധിച്ചാൽ ഈ വ്യാഴ വക്രഗതി എന്ന് പറയുന്നത് മീനത്തിന്റെ രാശാധിപനാണ് അല്ലെ വ്യാഴം എന്ന് പറയുന്നത്. ആ രാശാധിപൻ 3-ലാണ് നിൽക്കുക. 1-ൽ രാഹുവും 7-ൽ കേതുവും നിൽക്കുന്ന സമയമാണ്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ മീനരാശിയെ സംബന്ധിച്ചോളം പറയുമെങ്കിൽ നിങ്ങൾ പുതിയൊരു കാര്യം ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യുക, ചിന്തിച്ചു മാത്രം ചെയ്യുക. പുതിയൊരു കാര്യത്തിലേക്ക് ഇറങ്ങുകയാണ്, പുതിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ വക്രഗതി എന്ന് പറയുന്ന വലിയ നല്ല ഫലത്തെ ഒന്നും പ്രദാനം ചെയ്യുന്നില്ല. ഓക്കെ, എന്നാൽ എന്താണ് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് സോൾവ് ചെയ്യാൻ സഹായിക്കുന്നു. അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഈ രാഹു ഒന്ന് നോക്കുന്നു, നമുക്ക് അതിയായ ചെലവുകൾ, ഓവർ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവാം അല്ലെ, ഭയം ഉണ്ടാവാം. അതിനെയൊക്കെ അത് പയ്യെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും ഈ വക്രഗതി എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടല്ല, ചെറിയ രീതിയിൽ ചെറിയ തോതിൽ നമുക്ക് അതൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് കുറയ്ക്കാനൊക്കെ സാധിക്കുന്ന ടൈം ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വക്രഗതി എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് വർദ്ധിക്കും. ഒന്നാ ചിന്തിക്കും, അതിന് കൂടുതൽ ഇപ്പൊ ഓവർ തിങ്കിങ് കൂടുതലാവാം. നമുക്ക് ഉള്ളിൽ ഡൗട്ട് ക്രിയേഷൻ, നമുക്ക് സംശയം ഉണ്ടാവുക, എന്തൊരു കാര്യം സംശയം കൂടുതലാവുക, ഒരു സാഹചര്യം വരാൻ സാധ്യത ഉണ്ട് അങ്ങനെയൊക്കെ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ തന്നെ നിങ്ങളുടെ വിനയാവല്ല, നിങ്ങൾ തന്നെ പോയി എന്ത് ചെയ്യല്ലോ ആപത്തുകള്, ദോഷങ്ങള് അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ വിളിച്ചോണ്ട് വരില്ല. അതാണ് ശ്രദ്ധിക്കുന്നത്. വടി കൊടുത്തടി പിടിക്കുന്ന കേസില് അത് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു ടൈം നടക്കാൻ സാധ്യതയുണ്ട്. സോ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഓക്കെ, പോയി വിളിച്ചു വരുത്തി ഓരോ അപകടങ്ങൾ ഓരോ പ്രശ്നങ്ങൾ വരുത്തി വെക്കല്ലേ മീനരാശിക്കാരെ. ഇതൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അത്ര അനുകൂല സമയമല്ല വ്യാഴത്തിന്റെ വക്രം എന്ന് പറയുന്നത്. ഓവർ തിങ്കിങ്സ് ഉണ്ടാക്കും, ഡൗട്ട് ക്രിയേഷൻ ഉണ്ടാക്കും. ഓക്കെ, ഇതൊക്കെ ചിന്തിച്ച് മാത്രം ചെയ്യുക. ഓക്കെ, ചില കാര്യത്തിൽ നമ്മൾ ചിന്തിച്ചു പോലും പോകാത്ത കാര്യങ്ങളിലായിരിക്കും മീനരാശിക്കാർ ചിന്തിച്ചു പോകുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൃത്യമായിട്ട് നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയെങ്കിൽ ആ പ്രാർത്ഥന, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഞാനെല്ലാം അതിൽ ക്ലാസ്, അതിൽ കുറച്ച് ക്ലാസ്സസ് നടത്തുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മൈൻഡ് കുറച്ച് റിലീഫ് ആവും. ഡെയിലി ക്ലാസ്സസ് അങ്ങനെ വന്നില്ലെങ്കിലും വീക്ക്ലി ക്ലാസ്സസ് അതിൽ വരുന്നുണ്ട്. ഫ്രീ ആണ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഇടുന്നില്ല, ജസ്റ്റ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഓക്കെ, എനിക്ക് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുക. ആ ഗ്രൂപ്പ് ചെയ്യാൻ ഉത്തമം, ഫ്രീ ഗ്രൂപ്പാണ്. ആ മീനരാശിയെ സംബന്ധിച്ചോളം ടെൻഷനൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കും കുറച്ചെങ്കിലും. ഓക്കെ, ഇതിലൊക്കെ ക്ലാസ്സസ് ഒക്കെ നയിക്കുക, സ്നേഹാശ്രീസൊക്കെ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താണ് മൈൻഡ് ഒന്ന് കാമാക്കാനൊക്കെ സഹായിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ ആയിരിക്കും അവിടെ വരും. ഓക്കെ, നമ്മുടെ ലൈഫിൽ സക്സസിന് വേണ്ട കാര്യങ്ങളൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യുക. സോ മീനരാശിക്കാർ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒത്തിരി നല്ല ഫലങ്ങളെല്ലാം പ്രദാനം ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് ആ നെഗറ്റീവ്സ്, ഓരോ പ്രശ്നങ്ങൾ പറയുന്നതിന് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ വലിയ നല്ല ഫലങ്ങളൊന്നും പ്രദാനം ചെയ്യുന്നു എന്നും നിങ്ങൾ വിശ്വസിക്കുക, അതൊന്നും ചിന്തിക്കുകയോ വേണ്ട കേട്ടോ. അപ്പം അയ്യോ ഞാൻ എന്ത് ചെയ്യണം, നീ ഒന്നും ചെയ്യണ്ട, ഇന്നെ കൊണ്ടൊന്നും പറ്റൂല, അങ്ങനെ ചെയ്യാനല്ല പറഞ്ഞത്. നിങ്ങൾ വർക്ക് ചെയ്യണം. ഈ മോശ സമയത്ത് നിങ്ങൾ വർക്ക് ചെയ്താലാണ് നിങ്ങൾ നല്ല സ്ഥലത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുള്ളൂ. നിങ്ങളുടെ നല്ല ഫലം വരാൻ നിൽക്കുകയാണ് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്നേരം ചെയ്തു തുടങ്ങണം. പിന്നെ റിസൾട്ട് ആയി വരാൻ കുറച്ച് താമസം എടുക്കൂലേ, അപ്പത്തേനും ഇനി ദോഷ സമയമാവും. അതിന് ദോഷ സമയത്ത് നിങ്ങൾ വർക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നല്ല സമയം വരുമ്പം കുറച്ചുകൂടി ആസ്വദിച്ച് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ടൈം എൻജോയ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നല്ല ഫലം വന്ന് നമുക്ക് ചുമ്മാ വന്നിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്കത് എൻജോയ് ചെയ്യാനും കൂടി പറ്റണ്ടേ. സോ ഈ ടൈം നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ വരാതെ ചെറിയ തടസ്സങ്ങളൊക്കെ ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കും, ചെറിയ വേലികെട്ടുകളൊക്കെ ഉണ്ടാക്കി വെക്കും വ്യാഴത്തിന്റെ വക്രം. എന്നിരുന്നാലും നമ്മുടെ ഈ ഓവർ തിങ്കിങ്
സംശയം ഉണ്ടാവുക, ഇതൊക്കെ നിമിത്തം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, വേഗത നിമിത്തം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ മീനരാശിക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ നോക്കി കാണാൻ സാധിക്കും കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോകുക കേട്ടോ. ഇതൊന്നും പേടിപ്പിക്കാനല്ല, ജസ്റ്റ് ഒരു ശ്രദ്ധിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക കേട്ടോ. ഇപ്പൊ നമ്മൾ ഇത്ര രാശിഫലങ്ങളൊക്കെ കേട്ടല്ലേ. അപ്പം രാശിഫലം കേൾക്കുമ്പോൾ ഇനി മുമ്പോട്ട് ഞാൻ എന്തിനു കാണണം? മുമ്പോട്ട് കാണാതെ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ എങ്ങനെയാണ് ഇതെടുക്കുക. നമ്മുടെ ജാതകത്തിൽ തന്നെ വ്യാഴം വക്രത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അനുകൂലമായ ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യും, നമുക്ക് നല്ലൊരു ഗുഡ് എനർജിയിലൊക്കെ പെട്ടെന്ന് എത്തും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിപ്പോ ദശ അപകാരമൊക്കെ നടക്കുന്ന വ്യാഴത്തിന്റെ ദശ അല്ലെങ്കിൽ വ്യാഴത്തിന്റെ അപകാര കാലങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുക. അപ്പം നമ്മുടെ വ്യക്തിപരമായ ജാതകത്തിൽ എന്തുണ്ടാവും? ഈ ഓരോ ഫലങ്ങൾക്കും വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ. തുടർന്ന് വരുന്ന വീഡിയോ തുറക്കം തൊട്ട് കാണുന്നവർക്ക് അറിയാം. ഓക്കെ, നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മുടെ ജാതകമാണ് ഏറ്റവും പ്രധാനം, നമ്മുടെ ബർത്ത് ചാർട്ടാണ് ഏറ്റവും വലിയ പ്രധാനം. ഓക്കെ, നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ജാതകം എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുക. ഫോളോ ചെയ്യുന്ന ആ ജാതകത്തിൽ നമ്മളൊന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ജാതകം വെച്ച് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അതുപോലെ നമ്മുടെ ജാതകത്തില് ലായ നക്ഷത്രത്തെ സൂചിപ്പിക്കുകയും രാശി, അതായത് നമ്മുടെ നക്ഷത്രം ചായ എന്ന എഴുതി ഉണ്ടാവും ചന്ദ്രന്. അപ്പൊ ലായും ചായും ഒരേ ഗ്രഹത്തിലാണെങ്കിൽ നമുക്ക് ഒരേ വീഡിയോ കാണുന്നത് ഉണ്ടാവും. ഇനി അതല്ല രണ്ട് രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ രണ്ട് രാശിയുടെയും ഫലം എന്ത് ചെയ്യുക, എടുത്തു കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ വ്യക്തിപരമായിട്ട് പറയുമെങ്കിൽ ഒരു നല്ലൊരു കാര്യത്തിലായിട്ട് ഇറങ്ങുന്നത്, പുതിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ ജാതകം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ജാതകം ഒന്ന് പരിശോധിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ജാതകത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ ശ്രദ്ധിക്കുകയും, അത് മാത്രമല്ല നമ്മളിപ്പം മാസഫലം കേൾക്കുകയാണെങ്കിൽ പോലും നമ്മൾ വ്യക്തിപരമായിട്ടൊരു മാസഫലം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യം നോക്കിക്കണ്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ പേരും നക്ഷത്രവും താരം ഒന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജകളും വഴിപാടുകളും നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ പേരും നക്ഷത്രം താരം കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ.